അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ തന്നെ 6-ാം തീയതി കഴിഞ്ഞു. പക്ഷേ എന്നാലും ഏറ്റവും ഡിമാൻഡുള്ള കുറച്ച് ഫോൺസിന് അവർ സെയിൽ ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഡിമാൻഡ് വരുന്ന അങ്ങനെ ഒരുപാട് ഫോൺസ് ഇല്ല, എന്നാലും ഇപ്പം സെയിലിന് വരുന്ന അത്യാവശ്യം നല്ല ഫോൺസ് ഞാനിപ്പം 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ പ്രൈസിന് ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ കാർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ HDFCയുടെ ബാങ്ക് കാർഡ്സിലാണ് ഓഫേഴ്സ് വരുന്നത്. സോ ഇഫക്റ്റീവ് പ്രൈസിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്ക് കാർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുകയുള്ളൂ. അപ്പം ഫസ്റ്റ് ഇതൊരു മോഡൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോട്ടോറോള ഫോൺസിലാണ് കൂടുതലും ഓഫേഴ്സ് ഇപ്പോൾ കാണുന്നത്. അതായത് മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോണിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,999 ആണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 19,999 കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഓഫർ ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. പിന്നീട് വരുന്നത് മോട്ടോറോള തന്നെ G85 എന്ന മോഡലാണ്. അതായത് 20,000 രൂപയ്ക്ക് താഴെ കേർവ്ഡ് ഡിസ്പ്ലേ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്ന ഫോൺസാണ്. ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,999 ആണ്. ഇപ്പോഴും സ്റ്റിൽ 15,999 ഇപ്പോഴും ആ ഒരു ഓഫർ അവിടെ തന്നെയുണ്ട്. നല്ല ഫോണാണ് മോട്ടോറോള. ആ ഒരു 16,000 രൂപക്ക് എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് റേഞ്ച് ഓഫ് ആ ഒരു റേഞ്ചിലെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ മോട്ടോറോളയിൽ തന്നെ എഡ്ജ് 50 പ്രോ എന്ന മോഡലാണ്. അതായത് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. ഇപ്പോൾ ആ ഒരു ഓഫറിൽ 27,999 ഇപ്പോഴും ആ ഒരു ഓഫർ പ്രൈസ് വരുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ ദി ബെസ്റ്റ് ഓൾറൗണ്ടറാണ്. എല്ലാം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന എഡ്ജ് 50 പ്രോയിൽ വരുന്നുണ്ട്. IP68ഉം അതുപോലെ തന്നെ ബെസ്റ്റ് ലെവൽ ഓഫ് ക്യാമറ, കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, കർവ്ഡ് ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. പെർഫോമൻസ് മാത്രമേ കുറച്ചും കൂടി കുറവ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ദി ബെസ്റ്റ് റേഞ്ച് ആ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മോട്ടോറോളയുടെ എഡ്ജ് 50 നിയോ എന്ന മോഡലാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോണാണ്. അതായത് എഡ്ജ് 50 ഫ്യൂഷൻ്റെ കുറച്ചും കൂടി വലിയ മോഡലാണ്. ഇതാണെങ്കിൽ ഒരു ഫ്ലാറ്റായ ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടി ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻ്റായിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയത്. കമ്പാരിറ്റീവ്ലി മോട്ടോറോള അങ്ങനെ ഇറക്കാറില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോണായിട്ടാണ് നിയോ എന്നൊരു മോഡൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,999 ആണ്. ഇപ്പം 22,999 കിട്ടുന്നുണ്ട്. 1000 രൂപ അടുത്തോളം ഓഫർ വരുന്നുണ്ട്. സോ ബാങ്ക് കാർഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. പിന്നീട് വരുന്നത് മോട്ടോറോളയിൽ തന്നെ എഡ്ജ് 15 എന്ന മോഡലാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 26,999 ആണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 24,999 കിട്ടുന്നതായിരിക്കും. സോ ഇതും അത്യാവശ്യം നല്ല ഫോണാണ്. ഇപ്പം ഒട്ടുമിക്ക എല്ലാ പ്രൈസ് റേഞ്ചിലും മോട്ടോറോള ഇറക്കുന്ന എല്ലാ ഫോൺസും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺസാണ്. അപ്പം അങ്ങനെയുണ്ട്. അതായത് ഏത് പ്രൈസ് റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഏതെങ്കിലും ഒരു മോട്ടോറോള ഫോൺ ബെസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പം ഒട്ടുമിക്ക എല്ലാ പ്രൈസ് റേഞ്ചിലും മോട്ടോറോള ഫോൺസാണ് ഇപ്പം സ്റ്റില്ലായിട്ട് ദി ബെസ്റ്റ് റേഞ്ച് എന്ന് പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വിവോ T3 അൾട്ര എന്ന മോഡലാണ്. 32,000 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ്. ഈ ഒരു ഓഫർ പ്രൈസിൽ 28,999 കിട്ടുന്നുണ്ട്. ഇതിലെല്ലാം ഉണ്ട്. ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോണാണ്. പെർഫോമൻസ് ഉണ്ട്, ക്യാമറയുണ്ട്, ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഡിസ്പ്ലേ, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം വന്നിട്ടുള്ള ഫോണാണ്. 30,000 രൂപയ്ക്ക് താഴെ കിട്ടുകയെന്ന് പറയുന്നത് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് വിവോയുടെ T3 അൾട്ര എന്ന് പറയുന്നത്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോൺ കൂടിയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പോക്കോയുടെ X6 പ്രോ എന്ന മോഡലാണ്. അത്യാവശ്യം ഗെയിമിംഗ് ഓറിയൻ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ ഓപ്ഷനാണ്. ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,999 ആണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 19,999 വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നീട് വരുന്നത് വിവോയുടെ T3X എന്ന മോഡലാണ്. ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് 12,999 ആണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 11,2499 കിട്ടുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ഫോണാണ്. ദി ബെസ്റ്റ് ആയിട്ടുള്ള ലെവൽ കിട്ടുന്നില്ല, എന്നാൽ പോലും ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല ഫോൺസാണ്. ഡിസൈനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് വരുന്നത്. അതും സൈഡിലാണ് വരുന്നത്. സോ കാണാനൊക്കെ തന്നെ നല്ല നൈസ് ആയിട്ടുള്ള ഫോണാണ്. സോ നല്ല വേർത്താണ്. ഈ ഒരു 11,250 എന്ന് പറയുന്നത് നല്ലൊരു വേർത്തായുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് റിയൽമിയുടെ P2 Pro എന്ന മോഡലാണ്. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 22,999 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ബട്ട് ഓഫറിലാണെങ്കിൽ 20,999 കിട്ടുന്നുണ്ട്. നല്ല ഫോൺ. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻ്റായിട്ട് ചിപ്സെറ്റ് ഇതിൽ വരുന്നത്. അതായത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന ചിപ്സെറ്റ് ഇതിൽ വരുന്നുണ്ട്. സോ ദി ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ചിപ്സെറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എഡ്ജ് 50 ഫ്യൂഷനിൽ വരുന്നത്. സോ അത് കുറച്ചും കൂടെ വില കൂടിയ ഫോണാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ വില കുറച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ദി ബെസ്റ്റ് പെർഫോമൻസ് ചിപ്സെറ്റ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ബാക്കിയെല്ലാം ക്യാമറ ആണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കാര്യവും വരുന്നുണ്ട്. ബാറ്ററി ആണ്, ഫാസ്റ്റ് ചാർജിങ് എല്ലാം ദി ബെസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇതും അത്യാവശ്യം ഒരു ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡൽസാണ്. ഇത് കൂടാതെ വേറെ ഒരുപാട് ഫോൺസ് ഈ പറയുന്ന ഡീൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാനിപ്പോൾ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ബെസ്റ്റ് ഫോൺസ് മാത്രം സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് ബെസ്റ്റ് ഫോൺസാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി എല്ലാ ഫോണിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണാം.
അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി, ഇങ്ങനത്തെ ഒരു സെയിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പറയണം തോന്നി. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.